ADM നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് സമർപ്പിച്ചത്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ഒപ്പം ചേരുന്നു. മിഥുൻ പിള്ള, നേരത്തെ തന്നെ നമ്മൾ വാർത്ത നൽകിയതാണ്. PP ദിവ്യ എന്ന ഒറ്റപ്രതി മാത്രം ആസൂത്രിതമായാണ് ഇതെല്ലാം ചെയ്തത് എന്ന് പറയുന്നു കുറ്റപത്രത്തിൽ. എപ്പോഴാണ് സമർപ്പിച്ചത്? ഏതാണ്ട് 4 മണിയോട് കൂടിയാണ് ഈ ഒരു കുറ്റപത്രം കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെത്തി അന്വേഷണ ഉദ്യോഗസ്ഥനായ ശ്രീജിത്ത് കൊടേരി സമർപ്പിച്ചത്. നമുക്കറിയാം, ഏതാണ്ട് 500ഓളം പേജുകളുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ PP ദിവ്യ മാത്രമാണ് പ്രതിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് PP ദിവ്യക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് യാത്രയപ്പ് ചടങ്ങിലേക്ക് PP ദിവ്യ കടന്നെത്തുകയും ഈ ഒരു അപമാനം, അതായത് യാത്രയപ്പ് ചടങ്ങിൽ കടന്നെത്തി PP ദിവ്യ ADMനെ അപമാനിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ അപമാനം തന്നെയാണ് അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് എന്ന് തന്നെയാണ് കുറ്റപത്രത്തിലും പറയുന്നത്. ഏതാണ്ട് 82 സാക്ഷികളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം വിസ്തരിച്ചത്. അതിൽ ഈ മരണപ്പെട്ട ADM നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുവും മക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ട്. ഏതായാലും നീണ്ട 5 മാസത്തിന് ശേഷമാണ് ഈ കുറ്റപത്രം സമർപ്പിക്കുന്ന രീതിയിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. ആദ്യം നടത്തിയ അന്വേഷണത്തും കൂടാതെ ഒരു പ്രത്യേക അന്വേഷണ സംഘം ഉണ്ടാക്കി വിപുലമായ അന്വേഷണം നടത്തിയാണ് ഈ കുറ്റപത്രം സമർപ്പിക്കുന്ന രീതിയിലേക്ക് എത്തിയത്. നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് തന്നെയാണ് എന്നൊരു കണ്ടെത്തലിലേക്ക് തന്നെയാണ് പോലീസ് എത്തിയത്. എന്നാൽ അതിന് പ്രേരണ ആയത് ഈ PP ദിവ്യയുടെ, അതായത് മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയുടെ ഇടപെടൽ തന്നെയാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ കുറ്റപത്രം ഇപ്പോൾ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കുന്ന സാഹചര്യമുണ്ടായത്. PP ദിവ്യ എന്താണോ ഈ കേസുമായി തുടക്കം തൊട്ട് ആരോപണം ഉയർന്ന ആ ആരോപണങ്ങളിലെല്ലാം ഉറപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ കുറ്റപത്രവും സമർപ്പിച്ചിരിക്കുന്നത്. കൃഷ്ണരാജ്.